ഇതിലല്ലേ ശക്തി മരുന്നുള്ളത്. ഇതെടുക്കാതെ എങ്ങോട്ടാ പോകുന്നേ? ആരാണ് നിങ്ങള്? നീയാരാ? രാജകുമാരി എന്താ ഇവിടെ? രാജകുമാരി? പറയൂ. നിങ്ങളാരാ? നിങ്ങളുടെ രാജകുമാരിയെ പുലി ഓടിക്കുന്ന സമയത്ത് പുളിങ്കുരു പെറുക്കാൻ വേണ്ടി പോയതാണോ? അയ്യോ, അത് സേനാധിപതിയാ. ഇദ്ദേഹമാണ് എന്നെ കരിമ്പുലിയുടെ അടുത്തുനിന്ന് രക്ഷപ്പെടുത്തിയത്. ഞാൻ വേതാളക്കോട്ടയുടെ സേനാധിപതി ജലതരംഗൻ. ഈ ജലതരംഗൻ അറിയാതെ അവിടെ ഒരു ഈച്ച പോലും പറക്കില്ല. നീയാരാ? ഞങ്ങൾ ഹിമാലയ താഴ്വരയിലുള്ള കാങ്കിരി ദേശത്തുനിന്ന് വരുന്ന വേതാളങ്ങളാണ്. കണ്ടില്ലേ, കണ്ണെല്ലാം
ഞാൻ ആ ദേശത്തിലെ മൂലിക രാജകുമാരനാണ്. പൊതുവെ ഞാൻ പുലിയെ കൊണ്ടാണ് മരുന്നുകൾ ഉണ്ടാക്കുന്നത്. പുളിക്കുരു കൊണ്ടല്ല, സത്യമായ പുലിപ്പാല് കൊണ്ട്. ഈ ജലതരംഗന് പുലിമരുന്നോ? നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ വേതാളക്കോട്ടയിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് കൊണ്ടുവന്നേ. ഇനി ഈ പുലിമരുന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് മാത്രം നോക്കിയാലും. അപ്പോൾ നിന്നെ ഞാൻ തന്നെ കോട്ടയ്ക്ക് കൂട്ടിക്കൊണ്ടു പോകണം. നിങ്ങൾ എന്നെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോയില്ലെങ്കിലും ഞാൻ അവിടെ എത്തും. എല്ലാ പരിശോധനയും കഴിഞ്ഞു. ഭാണ്ഡത്തിലുള്ളത് ഔഷധച്ചെടികളും അതിന്റെ വേരുകളുമാണ്. ഒരു സിദ്ധനെന്തിനാണ് ആയുധം? വാളുറയിലിടൂ. ശക്തി മരുന്നല്ല അവര് കൊണ്ടുപോയി. ഇനി പല്ലില്ലാത്ത പാമ്പിനെ പോലെ നമ്മള്. എന്തായാലും നനഞ്ഞോ? ഇനി നമുക്ക് കുളിച്ചു കയറാം. ഇതെന്തു വലുതാ. മറുതീരാ, മുഖത്തിൽ പേടി കാണിക്കാതെ സംസാരിക്കേ. എന്താ എന്ത് പറ്റി? മാന ഇടിഞ്ഞു വിടാനും മുഖത്ത് പേടി വരരുത് എന്ന് അവൻ പറയുന്നത്. ആരാണ് ഇവരൊക്കെ? പരിതാപം തോന്നുന്നല്ലോ കണ്ടിട്ട്. അപ്പൊ നമ്മളെ ഒന്നും ചെയ്യില്ല. ഇതെന്തോ ഇവിടെ ഈ അമ്മച്ചി മഹാറാണിയാണ് അതോ മന്ത്രവാദിയാണ്? ഇവരൊക്കെ എവിടുന്നാണ് വന്നിരിക്കുന്നത്? റാണി ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങൾ കാങ്കണി ദേശത്തു നിന്ന് മരുന്നുകളുടെ വിത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. റാണി, ഞാൻ മൂലിക രാജകുമാരൻ മരുതീരൻ. ഇവിടെ രക്തം ഛർദ്ദിക്കുന്ന രോഗത്താൽ മാസത്തിൽ 3 പേര് മരണമടഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്താണ് വൈകി വന്നിരിക്കുന്നത്? വരുന്ന വഴിക്ക് വയറിളകി എന്ന് പറഞ്ഞാലോ? എന്തിയാണോ കാണുന്നത്? എന്തിനാടാ ഇവര് നമ്മളെ കൊട്ടാരം കറക്കി കാണിക്കുന്നത്? പറയൂ രാജകുമാര. രാജകുമാരിയോടൊത്തു വരുമ്പോൾ കഴുകം മലയിൽ വെച്ച് ഞാനിവരെ കണ്ടുപിട്ടി. കരിമ്പുലിയുടെ അടുത്ത് നിന്നും രാജകുമാരിയെ രക്ഷിച്ചത് ഈ രാജകുമാരനാണോ? ഞാൻ അറിഞ്ഞു. സന്തോഷം. എന്തു പറ്റി? പറയൂ, എന്താണ് ഇത്ര വൈകിയത്? റാണി, ഞങ്ങളുടെ കാങ്കരി ദേശത്തെ ഭയങ്കര കൊടുങ്കാറ്റ്. അതുകൊണ്ട് മരുന്ന് ചെടികളെല്ലാം നഷ്ടപ്പെട്ടു പോയായിരുന്നു. അതാ താമസിച്ചത്. മരുന്ന് തയ്യാറാക്കുവാൻ നിങ്ങൾക്ക് എത്ര ദിവസം വേണ്ടിവരും? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുലക്കണേ. യമുന റാണി, കുറുക്കുപ്പൂവിന്റെ വിത്തുകൾ വെയിലത്ത് വെച്ച് ഉണക്കണം. പിന്നെ വാപ്പേരിയിലെ വെയിലത്ത് വെച്ച് ഉണക്കി അതരയ്ക്കണം. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മരുന്ന് എപ്പോൾ തയ്യാറാകും? ഒരു ദിവസം കൊണ്ട് തയ്യാറാകും. തയ്യാറായാലുടനെ അസുഖം ഭേദമാക്കി കാണിക്കുമല്ലോ.
എന്താ മറുപടി ഒന്നും പറയാത്തത്? തീർച്ചയായിട്ടും രോഗം ശമിപ്പിച്ച് കാണിക്കും റാണി. അതാ വേണ്ടത്. നിങ്ങൾ കുറച്ച് വിശ്രമിച്ചിട്ട് ജോലി വേഗം തുടങ്ങിക്കോളൂ. വളരെ നന്ദി മഹാറാണി. ഈ കൊടുങ്കാട്ടി നമ്മുടെ കഥയ്ക്കൊരു അവസാനം ഉണ്ടാകുമോ? നമ്മുടെ കഥ കഴിയുമെന്ന് തോന്നുന്നു. ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ് ബീറ്റ? വടക്ക് കിഴക്കുന്ന ഒരു നല്ല വാർത്ത വരുന്നെന്നാണ് പഞ്ചാംഗം പറയുന്നത്. നല്ല നമ്മുടെ ചൂരനാ നോക്ക്, മോളി ഇരിക്കുന്ന ആര്? മരുന്ന് കുപ്പി കണ്ടുപിടിച്ച് പൊക്കിയില്ലേ? ശക്തി മരുന്ന് കണ്ടപ്പോഴാ എന്റെ ജീവൻ നേരെ വീണത്. സുറ ആൽഫ ഇക്കിളിയാക്കല്ലേ, എനിക്ക് നാണമാവുന്നു. ദേവി ഇത് മരുന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റ്. നമുക്ക് ഈ മരുന്ന് സഞ്ചിയിലുള്ള കുപ്പിയിലോട്ട് മാറ്റിയിട്ടേ ഇതിനകത്ത് വെള്ളം നിറച്ചു വെക്കാം. മർദീര ശൂരനും ആൽഫയും മരുന്നെടുക്കാൻ പോയ സ്ഥലത്ത് വെച്ച് ഒരു അശ്ലീലി കേട്ടെന്നാ പറഞ്ഞ്. എന്താ അത്? വൈരനെല്ലൂരിന്ന് കടത്തിക്കൊണ്ടുവന്ന പെൺകുട്ടിയെ പൂജയിടന്ന് ബലി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. പവിഴമല്ലേ? എവിടെയായിരിക്കും? മാന്ത്രികതന്റെ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കുന്നല്ലോ റാണി. ഇത് വെറും മാന്ത്രികദണ്ഡല്ല, 17 ജീവൻ കുടിയിരിക്കുന്ന ശക്തി ആർജിച്ച മാന്ത്രികദണ്ഡാണ്. ഇനി 2 ദിവസം മാത്രം. കിട്ടാൻ പോകുന്നത് വലിയൊരു നിധിയാണ്.